ജീവിതത്തിലെ ആദ്യ വിമാനയാത്രയുടെ ത്രില്ലിലാണിവർ. 4 ചുവരുകൾക്കപ്പുറം ഒരു ലോകം കാണാൻ ആഗ്രഹിച്ചിരുന്നവർ. പിന്നീട് ജീവിത വഴികളിൽ ആ മോഹം പാടെ ഉപേക്ഷിച്ചവർ. അങ്ങനെയിരിക്കെ ആ പഴയ മോഹത്തിന് വീണ്ടും ചിറകുമുളച്ചു ക്ലബ് എഫ്എമ്മിലൂടെ. വിമാനയാത്രാ മോഹം മനസ്സിൽ കൊണ്ടു നടന്നവർക്ക് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു പ്രത്യാശ. ഒരുപാട് സന്തോഷമുണ്ട്. പല പ്രാവശ്യം ചാൻസ് വന്നെങ്കിലും എനിക്ക് കയറാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇവർ എല്ലാവരുടെയും കൂടെ പോകുന്നതിൽ വളരെ സന്തോഷമുണ്ട്. മോള് ഭയങ്കര സർപ്രൈസായിട്ടൊരു ഗിഫ്റ്റ് തന്നതാണ് മദേഴ്സ് ഡേയോടനുബന്ധിച്ച്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഇതുവരെ ഫ്ലൈറ്റിൽ കയറിയിട്ടില്ല, ആദ്യമായിട്ടാണ് കയറാൻ പോണത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. 2ാം വർഷവും ജ്യോതിസറിലെ സ്കൂളും ക്ലബ് എഫും ചേർന്നിട്ട് വീണ്ടും നമ്മൾ പത്തിലധികം അമ്മമാരെ ആദ്യമായിട്ട് ഒരു വിമാനയാത്രയ്ക്ക് അവരെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അങ്ങനെ ഇന്നവർ പറന്നു തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിലേക്ക്. കണ്ണൂരിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളൊക്കെ കണ്ട് ഇന്ന് വൈകിട്ട് തിരികെ വീട്ടിലേക്ക്. വീടുകളിലെത്തുമ്പോൾ മക്കളോടും ചെറുമക്കളോടുമായി ഇവർക്ക് പറയാൻ ഒരുപാട് കഥകൾ ഇനിയുണ്ട്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ഗോകുൽനാഥാണ് നമ്മുടെ കൂടെയുള്ളത്. ഗോകുലെ, എത്രയോ അമ്മമാർ സ്വപ്നം കാണുന്നതായിരിക്കും അല്ലെ ഇങ്ങനത്തെ വിമാനത്തിൽ പറക്കണമെന്നുള്ളത്. എൻ്റെ അമ്മ ഇടയ്ക്കൊക്കെ ആഗ്രഹം പറയുന്നത് കേട്ടിട്ടുണ്ട്. ദൈവാനുഗ്രഹത്തോടെ ഒരിക്കലും അമ്മയും കൊണ്ട് പോകാൻ ഇങ്ങനെ സാധിക്കട്ടെ എന്നുള്ളൊരു ആഗ്രഹം എനിക്കും ഉണ്ട്. അപ്പോൾ അമ്മമാർ മാത്രമല്ല അച്ഛന്മാരും ഒക്കെ ഇങ്ങനെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടാകും. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാകാൻ ക്ലബ് എഫിന് ഉൾപ്പെടെ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതിലും അഭിമാനം തോന്നുന്നുണ്ട്. അമ്മമാരുടെ സന്തോഷം കാണുമ്പോൾ വലിയൊരു സന്തോഷം നമുക്കുണ്ടല്ലേ? തീർച്ചയായിട്ടും പൂജ പറയുമ്പം ആദ്യം പൂജ പറഞ്ഞ കാര്യങ്ങളിലേക്ക് തന്നെ ആദ്യമേ എത്താമെന്ന് കരുതുന്നു. കാരണം പറക്കാനുള്ള ആഗ്രഹം അത് മനുഷ്യൻ പലർക്കും ഉണ്ടാകാം, പക്ഷേ അത് പ്രാവർത്തികമാകാതെ പോകുന്ന ചില സാഹചര്യങ്ങൾ കൂടെ ഉണ്ട്. അപ്പോൾ അത് സാമ്പത്തികം മാത്രമായിരിക്കില്ല, അതിനപ്പുറത്തേക്ക് പ്രായാധിക്യമൊക്കെ ആകുമ്പോഴേക്കും ഒറ്റയ്ക്ക് പോകാനുണ്ടാകുന്ന ബുദ്ധിമുട്ട് അടക്കമുള്ള കാര്യങ്ങൾ ആളുകൾ നേരിടാറുണ്ട്. അപ്പം പിന്നീട് മക്കൾക്കും അവരുടേതായിട്ടുള്ള തിരക്കുകളായി പിന്നീട് അത് വലിയ ബുദ്ധിമുട്ടിലേക്ക് തന്നെ നീങ്ങും. അപ്പം ഈ യാത്ര എന്നുള്ളതൊരു മോഹമായി മാത്രം അവശേഷിക്കുകയും പിന്നീട് വീടിൻ്റെ 4 ചുവരുകളിലേക്ക് ഒതുങ്ങുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുകയും ചെയ്യുന്നു. അപ്പോൾ ആ ഒരു സമയത്താണ് ക്ലബ് എഫും ഇത്തരത്തിൽ കഴിഞ്ഞ വർഷവും ഇത്തരത്തിൽ വീട്ടമ്മമാർ അതുപോലെ തന്നെ പ്രായമുള്ള അമ്മമാരും ഒക്കെ ആളുകളെയും കൊണ്ട് ഇത്തരത്തിൽ യാത്ര നടത്തിയിരുന്നു. ഇപ്പം നമുക്ക് സുതാര്യമായ ഒരു യാത്രയ്ക്ക് വളരെ എളുപ്പത്തിൽ എത്താൻ പറ്റുന്ന 2 എയർപോർട്ടുകൾ നമുക്കുണ്ട്. എന്തായാലും കണ്ണൂരിലേക്കായിരുന്നു യാത്ര. കണ്ണൂരിൽ ഒരു ദിവസം ആഘോഷിച്ച് തിരിച്ചു വരിക എന്നുള്ളതായിരുന്നു അവരുടെ യാത്രാ ഉദ്ദേശമൊക്കെ തന്നെ. കണ്ണൂർ കാണുക, അതിൽ ഏറ്റവും പ്രധാനമായിട്ട് വിമാനയാത്ര എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളതാണ്. ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ പറക്കുക എന്നുള്ളൊരു സ്വപ്നം. അത് പലർക്കും വലിയ സ്വപ്നം തന്നെയാണ്. അത് എത്ര പറഞ്ഞാന്ന് പറഞ്ഞാലും അതൊരു സ്വപ്നമായി തന്നെ അവശേഷിക്കുന്ന ഒരു സാഹചര്യം കൂടെ ഉണ്ട്. അപ്പോൾ ആ ഒരു മോഹം പൂവണിയിക്കാൻ വേണ്ടി തന്നെയാണ് ഇത്തരത്തിൽ മുൻപ് കഴിഞ്ഞ വർഷം തുടങ്ങിയ ആ ഒരു പദ്ധതി. അതിൽ 30ഓളം ആളുകൾ പോയി വന്നു. അപ്പോൾ ഇത്തവണ 10ഓളം അമ്മമാർ പോകാനായി ഒരുങ്ങി. അവർ പോയി കണ്ണൂരൊക്കെ കണ്ട് തിരിച്ചു വരുന്ന ആ ഒരു ത്രില്ലിലും കാര്യങ്ങളിലും ഒക്കെയാണ്. അപ്പോൾ എന്തായാലും അവർക്ക് വരുമ്പോൾ അവർക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങൾ കാണും, കഥകൾ കാണും. കുട്ടികളോടും അവരുടെ ചെറുമക്കളോടും ഒക്കെ പറയാൻ. അത് വിമാനയാത്ര മാത്രമല്ല, അതിനകത്ത് കണ്ട ആളുകൾ, ഒപ്പം തന്നെ സഞ്ചരിച്ച ആളുകൾ, അവരെ പറ്റിയൊക്കെ. അപ്പോൾ അവർ ആദ്യമേ ഞാൻ ചെല്ലുന്ന സമയത്ത് തന്നെ, ഈ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് തന്നെ അമ്മമാരെ കണ്ടപ്പോൾ അവർക്കുണ്ടായിരുന്ന പല ആശങ്കകളൊക്കെ ഉണ്ട്. ആദ്യമായിട്ട് കയറുന്നതാണ്, എന്താകാം പലർക്കും. അതിനോടൊപ്പം അവർ പറഞ്ഞത് ഇപ്പോൾ നമ്മൾ കേൾക്കുകയും ചെയ്തു, ആശങ്കകളുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് സന്തോഷത്തിലാണ്. മക്കളൊക്കെ സർപ്രൈസ് ആയിട്ടൊക്കെ കൊടുത്ത ഗിഫ്റ്റാണ്. എന്തായാലും മക്കൾക്കൊക്കെ വലിയൊരു കൈയടി നൽകാം. അല്ലെങ്കിൽ ഇങ്ങനെ എത്രയോ അമ്മമാരുണ്ടാകും ഇങ്ങനെ ഒരു ഫ്ലൈറ്റ് യാത്ര നടത്തുക. ഇത് മാത്രമല്ല, ഒരുപാട് ആഗ്രഹമുള്ള എത്രയോ അമ്മമാരുണ്ടാകും. അപ്പോൾ നമ്മൾ മക്കളാണ് അതൊക്കെ സാധിച്ചു കൊടുക്കേണ്ടത്. ശരി ഗോകുലേ.